ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ വിനീത് ഉറക്കമുണർന്ന് പുറത്തേക്ക് പോവാതെ ബെഡിൽ തന്നെ ഇരിക്കുമ്പോഴാണ് രാധമ്മ അങ്ങോട്ട് വരുന്നത്. അവർ വിനീതിന്റെ അരികിലേക്ക് വന്ന് ഇന്നലെ രാത്രി ഉറങ്ങിയോടാ നീ എന്ന് ചോദിക്കെ ഉറങ്ങി രാധമ്മയെന്ന് വിനീതും പറയുന്നുണ്ട്. ഉറങ്ങിയെന്നോ എന്ന് രാധമ്മ വീണ്ടും സംശയത്തോടെ ചോദിക്കെ ഉറങ്ങി എന്ന് വിനീതും. അവർ സംശയത്തോടെ വിനീതിനെ നോക്കിക്കൊണ്ട് അവന്റെ ബെഡിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഗംഗയുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിനു ശേഷമേ ഒറ്റ രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. അമ്മ എന്തു പറയും, കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാവോ, ഇതൊക്കെയായിരുന്നു ടെൻഷൻ. എല്ലാം ഇന്നലെ കൊണ്ട് തീർന്നു. അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങിയെന്ന് വിനീത് പറയേ ഗംഗയ്ക്ക് നിന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് രാധമ്മ ചോദിക്കുന്നു. എന്ത് പിണക്കം എന്ന് വിനീത് പറയേ അത് വിട്, നിനക്ക് സന്തോഷാണല്ലോ അല്ലേ എന്ന് രാധമ്മ വീണ്ടും ചോദിക്കുന്നു. സന്തോഷാണോന്നോ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല രാധമ്മേ. ഞാനിപ്പോഴേ ഒരു സ്വർഗ്ഗലോകത്തിരിക്കുമ്പോഴേയാ ഗംഗയായിട്ടുള്ള എന്റെ കല്യാണം കഴിഞ്ഞു എന്നവൻ സന്തോഷത്തോടെ പറയേ ഗംഗയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാ എനിക്ക് 2 പവന്റെ മാല തരാമെന്ന് ആരോ ഓഫർ ചെയ്തിരുന്നു എന്ന് രാധമ്മയും പറയുന്നുണ്ട്. ഓർമ്മയുണ്ട് രാധമ്മേ, കല്യാണം നടത്തി കയ്യിലുള്ള കാശെല്ലാം തീർന്നു. ഉറപ്പായിട്ട് ഞാൻ വാങ്ങിച്ചു തരുമെന്ന് വിനീത് പറയേ പതിയെ മതിയിടാ, നിന്റെ കയ്യിൽ ഉണ്ടാവുന്നത് പോലെ മതി എന്ന് രാധമ്മയും. അതിനിടയിൽ വിനീത് ടെൻഷനോടെ രാധമ്മേ അമ്മയുടെ കാര്യം എന്ന് ചോദിക്കേ അവളിപ്പോ തിളച്ചു നിൽക്കല്ലേടാ, കുറച്ചൊന്ന് ആറട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നിനക്കറിയില്ലേടാ നിന്റെ അമ്മയെ എന്ന് രാധമ്മ പറയേ ഒരു ചിരിയോടെ വിനീതിരിക്കെ ദേ പിന്നെ പിടക്കോഴിയാടെ ഇരിക്കുന്നത് പോലെ ഈ മുറി തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങടാ, വീടിന്റെ ഉമ്മറത്ത് കസേരയിട്ടിരുന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയടാ നീയാ ഈ വീടിന്റെ ഗൃഹനാഥനെന്ന് എന്ന് പറഞ്ഞ രാധമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ ശാരദ മുറ്റത്ത് ചെടി നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ ഗംഗ അമ്മന്ന് വിളിച്ച് അങ്ങോട്ട് വരുന്നത്. നീ കുളിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കേ എന്ന് പറഞ്ഞ് ഗംഗയും അമ്മയെ ചെടി നടാൻ സഹായിക്കാനായി താഴോട്ട് ഇരിക്കുന്നുണ്ട്. മാറി നിൽക്കങ്ങോട്ട്, ആ ഡ്രസ്സിലൊന്നും ചെളി പറ്റിക്കണ്ട എന്നമ്മ പറയേ. അമ്മ അധികം തന്നെ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ചെടിയെടുക്കുകയാ. കയ്യിലൊക്കെ മണ്ണാവും പെണ്ണെ, കുളിച്ചതല്ലേ നീ എന്നമ്മ പറയേ. ഒന്ന് കഴുകിയ പോരെ അമ്മേ, ഈ പൂച്ചെടികളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോ ഒരു മനസ്സമാധാനം എന്നൊരു നെടുവീർപ്പോടെ അവൾ പറയേ. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി നിനക്ക് എന്താ ഇത്ര മനസ്സമാധാനക്കേട് എന്നമ്മ ചോദിക്കുന്നുണ്ട്. വിനീത് ഉറക്കമുണർന്നില്ലേ എന്നമ്മ ചോദിക്കേ. എനിക്കറിയില്ല അമ്മ എന്ന് ഗംഗയും. അപ്പോഴൊരു ബക്കറ്റിൽ വെള്ളവുമായി അങ്ങോട്ട് വരുന്ന നിള അത് കേൾക്കേ എഴുന്നേറ്റല്ലോ, എന്നോട് ബ്രഷും ചോദിച്ചു. സോറി ഗംഗേച്ചി, ചോദിച്ചിട്ട് കുറച്ചു നേരമായി, ഞാൻ പറയാൻ മറന്നു പോയതാ എന്നവൾ പറയേ. ബ്രഷ് ഇല്ലേ അവിടെ എന്ന് ശാരദ ചോദിക്കുന്നു. ഉണ്ടല്ലോ, ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പേസ്റ്റും ഉണ്ടെന്ന് ഗംഗ പറയേ. എന്നാ എടുത്തുകൊണ്ട് കൊടുക്ക് എന്ന് ശാരദയും. ഗംഗ നിളയോടായി നിള നീ പോയി എടുത്തു കൊടുക്ക്, അവിടുത്തെ അലമാരയിലെ ഇടതുവശത്തെ 3ാമത്തെ കള്ളിയില്ലേ അതിലുണ്ട് എന്ന് ഗംഗ പറയേ. നിള അമ്മയെ നോക്കുകയാ. അമ്മ നിളയോട് പോവേണ്ടെന്ന് ആംഗ്യ കാണിക്കുന്നുണ്ട്. അല്ല ഗംഗേച്ചി തന്നെ അങ്ങ് എടുത്തു കൊടുത്താൽ മതി എന്ന് നിള പറയും. ദേഷ്യത്തോടെ അവൾ അമ്മയൊന്ന് നോക്കിക്കൊണ്ട് എന്നാലേ അമ്മ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് കൊള്ളാം, ഞാൻ എന്തിനാ എടുത്തു കൊടുക്കുന്നേ, നിന്റെ കെട്ടിയോനല്ലേ എന്നമ്മ ചോദിക്കേ. ഗംഗയും എഴുന്നേറ്റുകൊണ്ട് നിളയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കൈ കഴുകി. ഇവിടുത്തെ പണിയും മെനക്കെടുത്തിട്ട് എന്ന് പിറുപിറുക്കെ ഇതാണോ വലിയ പണി, ഇത് ഞാൻ ചെയ്തോളാം, അങ്ങോട്ട് ചെന്ന് ബ്രഷ് എടുത്ത് കൊടുക്കാൻ നോക്കാം എന്ന് പറയേ ഗംഗയും വീട്ടിലേക്ക് കയറി പോവുകയും. ശാരദയും നിളയോട് ചെടികൾക്ക് വെള്ളമൊഴിക്കാനായി പറയുമ്പോഴേക്കും അവളും ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് എന്തിനമ്മേ നമ്മൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത്, മഴ പെയ്യുന്നില്ലേ എന്ന് ചോദിക്കേ. ചിലതിന് മഴ മാത്രം പോരാതെ വരും. പുതിയ മണ്ണിൽ വിശ്വാസമില്ലാതെ വാടിത്തളരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കണം. വേരൂന്നി വളർന്ന് ആ ചെടി നിറയെ പൂക്കളൊക്കെ ആവുമ്പോ വെള്ളമൊഴിച്ചു കൊടുത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അങ്ങ് മറക്കും എന്ന് ശാരദ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നോക്കി നിൽപ്പാൻ നിള. വിനീത് കട്ടിലിൽ പുറം തിരിഞ്ഞിരുന്ന് മുണ്ടെടുക്കുമ്പോഴാണ് ഗംഗ പേസ്റ്റും ബ്രഷുമായി അങ്ങോട്ട് വരുന്നത്. കാലനക്കം കേൾക്കെ വാ മോളെ എന്ന് വിനീത് വിളിക്കെ. ഗംഗ അങ്ങോട്ട് ചെന്നത് കണ്ട് വിനീത് പെട്ടെന്ന് എഴുന്നേറ്റ് ഗംഗയായിരുന്നോ, നിളയാണെന്ന് കരുതിയാ പെട്ടെന്ന് മോളെന്ന് വിളിച്ചത് എന്ന് പറയേ. ദാ പേസ്റ്റും ബ്രഷും എന്ന് പറഞ്ഞ് ഗംഗ ആ പേസ്റ്റും ബ്രഷും കൊടുക്കുന്നു. പിന്നീട് അവൾ വിനീതിനെ ആകെ ഒന്ന് നോക്കി അവിടുന്ന് പോയി അലമാരയിൽ നിന്ന് തന്റെ അച്ഛന്റെ ഒരു ഷർട്ടും മുണ്ടും എടുക്കുകയാണ്. അത് കയ്യിലെടുത്ത് നോക്കുന്ന ഗംഗ ആ ഷർട്ടും മുണ്ടും ധരിച്ച് അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇവളോട് സ്നേഹ കൂടുതൽ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. ഇവളാ എന്റെ ആദ്യത്തെ മോള്, ഇവളെ പെറ്റ് എന്റെ കയ്യിലേക്ക് തന്നപ്പോ എന്റെ അമ്മയുടെ മുഖമാ എനിക്ക് ഓർമ്മ വന്നത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞതോർത്ത് ഒരു നിമിഷം നെടുവീർപ്പിട്ട് നിന്നുകൊണ്ട് അവൾ ആ ഷർട്ടും മുണ്ടുമായി വിനീതിന്റെ അരികിലേക്ക് ചെന്ന് അവന് നേരെ നീട്ടുമ്പോഴേക്കും അവനത് വാങ്ങി നോക്കേ. ഷർട്ടും മുണ്ടും അച്ഛന്റെയാ, കറക്റ്റ് പാകമായിരിക്കും എന്ന് പറഞ്ഞവൾ പോവാൻ തുടങ്ങി. ഷർട്ട് ദേഹത്ത് വെച്ച് നോക്കുന്ന വിനീതിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ആ റൂമിൽ നിന്നിറങ്ങി പോവുകയും. വിനീതും കറക്റ്റ് പാകമായിരിക്കും, നല്ല ബെസ്റ്റ് തയ്യൽക്കാരി എന്ന് പറയുന്നുണ്ട്. അവിടെ വിനീതിന്റെ തയ്യൽക്കടയിൽ നിവിൻ സലീമിക്കയോടും ബേബിച്ചേട്ടനോടും തലേദിവസം നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുകയാ. വിനീതിന്റെ വീട് കണ്ട് കാവേരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാ. ഞാൻ ചോദിച്ചു എന്തു പറ്റി കാവേരിന്ന്. നിവിൻ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് കാവേരിയും പറഞ്ഞ പോലെ കാവേരിന്ന് ഞാനും.
നേരത്തെ മുള്ളുവേലി വളച്ച് ഹെൽപ്പ് ചെയ്തത് ഞാനാണല്ലോ എന്ന് നിവിൻ പറയേ. മോൻ ആ കൈ ഒന്ന് നീട്ടിയേ എന്ന് ബേബിച്ചേട്ടൻ പറയുന്നുണ്ട്. നിവിൻ കൈ നീട്ടുമ്പോഴേക്കും നല്ല പഞ്ഞി പോലത്തെ കൈ. ഇതുകൊണ്ട് മോൻ മുള്ളുവേലി വളച്ചത് തന്നെ എന്ന് പറയേ. മുള്ളുവേലി വളയ്ക്കാൻ എന്തിനാ തഴമ്പിന്റെ ആവശ്യം എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. ഒരാവശ്യവുമില്ല, മോൻ പറഞ്ഞു, ഞാൻ കേട്ടോളാം, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. മോനുമില്ല എന്ന് ബേബിച്ചേട്ടൻ പരിഹസിക്കേ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ, എന്ന് ഞാനേ സലീമിക്കയോട് പറഞ്ഞോളാം, നിങ്ങൾ പൊക്കോ എന്ന് നിവിൻ പറയേ. എന്ന് അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് ബേബിച്ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുക. അവൻ സലീമിക്കയുടെ അരികിലേക്ക് ചെന്ന്, സലീമിക്ക, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിക്കേ. തയ്യൽ കടയിൽ. അതല്ലെന്ന്, വിനീതിന്റെ വീടിന്റെ ഓടിന്റെ ചുവട്ടില്. ഇക്കാക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാനേ വരച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് സലീമിക്ക അവിടെ തയ്ക്കാൻ അളവെടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചോക്ക് വാങ്ങിച്ച് ആ തുണിയിൽ വീടെല്ലാം വരച്ച്. ദേ, ഇതാണ് വീടിന്റെ മേൽക്കൂര. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്തണം. അതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് തുണിയിൽ വരച്ചുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം സലീമിക്കയോട് വിവരിക്കുക. അപ്പോഴാണ് വിനീത് അങ്ങോട്ട് വരുന്നത്. ബേബി ചേട്ടൻ കാണുന്നത്. അവനെ കണ്ട് ബേബി ചേട്ടൻ താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴേക്കും വിനീത് തന്റെ ബൈക്ക് നോക്കി നിൽപ്പാ. നോക്കണ്ട, നിന്റെ ബൈക്ക് തന്നെയാ. സുജാത ചേച്ചി രാവിലെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടതാ. നിന്റെ ഡ്രസ്സൊക്കെ ഓരോരോ ബാഗിലാക്കി തൂത്തുപെറുക്കി കൊടുത്തയച്ചിട്ടുണ്ട്. നിന്റേതായിട്ട് ഒരു മൊട്ട് സൂചി പോലും അവിടെ വേണ്ടെന്ന് എന്ന് ബേബിച്ചേട്ടൻ പറയുന്നതുകൾക്ക് സങ്കടത്തോടെ, അവിടെയുള്ളത് എന്റെ അമ്മ തന്നെയല്ലേ ബേബിച്ചേട്ട, അത് നിഷേധിക്കാൻ പറ്റോ എന്നവൻ ചോദിക്കേ. കളയടാ, പ്രേമ വിവാഹമാകുമ്പോ ഇതൊക്കെ സാധാരണമാടോ, പയ്യെ പയ്യെ എല്ലാം ശരിയായിക്കോളും. അന്ന് ചിലപ്പോ സുജാത ചേച്ചിയും ഗംഗയും ഒറ്റക്കെട്ടായിട്ട് നിന്നെ പുറത്താക്കിയെന്നിരിക്കും. അങ്ങനെ യാതൊരു ലോജിക്കുമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ജീവിതം. പ്രായമായെങ്കിലും നിന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടില്ലെന്ന് നീ വിചാരിച്ചാൽ മതി. നല്ലൊരു ദിവസമായിട്ട് മനസ്സ് വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ബേബി ചേട്ടൻ അവനെ തയ്യൽക്കടയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും വിനീത് അവിടെ കഥ പറഞ്ഞു തീരാനായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ വിനീതിന്റെ റൂമിലെത്തി. ഇക്കയ്ക്കിപ്പോ എന്തു തോന്നുന്നു എന്ന് വിനീത് ചോദിക്കുക. വളരെ ദുഃഖം തോന്നുന്നു എന്ന് നിവിൻ വരച്ചുകൂട്ടിയ ആ തുണിയിലേക്ക് നോക്കിക്കൊണ്ട് സലീമിക്ക പറയുന്നു. നല്ല ഒന്നാന്തര റൂട്ട് മാപ്പ് തന്നെ. കൊലക്കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങിയ പ്രശാന്ത് തയ്ക്കാൻ തന്ന തുണിയാ ഇത്. ഇന്ന് രാവിലെ കൊടുക്കാമെന്ന് ലാസ്റ്റ് പറഞ്ഞതാ. ഞാൻ പാഠമാവോന്ന് ആലോചിക്കുക എന്ന് സലീമിക്ക പറയുമ്പോഴാണ് വിനീതും ബേബിച്ചേട്ടനും അങ്ങോട്ടെത്തും. അവനെ കണ്ട് സലീമിക്കയും, പുതുമണവാളൻ വന്നോ? കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പോരേണ്ട വല്ല കാര്യവുമുണ്ടോ വിനീത്? കട നോക്കാൻ ഞാനിവിടെ ഇല്ലേ എന്ന് ചോദിക്കേ. എന്തോന്ന് വേഷാടോ ബ്രോ ഇത് എന്ന് നിവിനും ചോദിക്കുന്നു. ഇത് അരവിന്ദൻ അമ്മാവന്റെയാ, ഞാൻ മാറാനൊന്നും എടുത്തില്ലായിരുന്നു എന്നവൻ പറയേ. നന്നായി നീ അധിക നേരം ആ വീട്ടിലിരിക്കാത്തതെന്ന് നിവിനും. അല്ലെങ്കിൽ തന്നെ ദിവസം മുഴുവൻ കെട്ടിയോളുടെ അടുത്ത് കുത്തിരുന്നിട്ട് എന്തിനാ? ഉള്ള വില പോകുമെന്ന് ബേബിച്ചേട്ടൻ പറയേടാ. വിനീതേ, നീ ഇങ്ങരുടെ വാക്കുകേട്ട് കുടുംബം കുളന്തോണ്ടല്ലേ? പെണ്ണും പെടക്കൊഴിയും ഒന്നും ഇല്ലാത്ത ഇങ്ങർക്ക് അങ്ങനെയൊക്കെ പറയാം. സ്നേഹം തോന്നിയ ദുരഭിമാനം വെച്ചോണ്ടിരിക്കാതെ അതങ്ങ് പ്രകടിപ്പിക്കണം. ഞാനാണെങ്കിലേ കല്യാണം കഴിഞ്ഞ് ഒരു മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് സലീമിക്ക പറയേ. ഒരു മാസം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ പെണ്ണുപിള്ള വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കിയതാ. വല്ല പണിക്ക് പോ മനുഷ്യ, അടുപ്പിലെ പൂച്ച പെറ്റ് കിടക്കണമെന്നും പറഞ്ഞോണ്ട് എന്ന് ബേബിച്ചേട്ടൻ പറയുന്നത് കേൾക്കെ എല്ലാവരും പൊട്ടിച്ചിരിക്കുക. ഇപ്പോഴേ കട അടച്ചാലും വീട്ടിൽ പോവില്ല, ഇവിടുത്തെ ഷട്ടറിന്റെ ചുവട്ടിലാണ് ചുരുണ്ടു കൂടുന്നത് എന്ന് ബേബിച്ചേട്ടൻ പറയേ. ഇയാൾ ഇങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യമാക്കണ്ട മോനെ. ആഘോഷിക്കാനുള്ള സമയത്ത് ആഘോഷിക്കണമെന്ന് സലീമിക്കയും. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചവര് മാത്രം ആഘോഷിച്ചാൽ മതിയോ? ഞങ്ങള് ബാച്ചിലേഴ്സിനു വേണ്ടി ആഘോഷം എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കേ. അതെന്താഘോഷം എന്ന് സലീമിക്കയും. ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് ബേബിച്ചേട്ടൻ പറയേ. അത് ഞാൻ ഏറ്റു. നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഇവർക്ക് നീ ഒരു ചിലവ് കൊടുക്കേണ്ടതാണ് എന്ന് സലീമിക്ക പറയേ. അപ്പോ നിനക്കൊന്നും വേണ്ടേന്ന് ബേബിച്ചേട്ടൻ. ഞാൻ അതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ നിന്നോളാം എന്ന് സലീമിക്ക പറയേ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ബ്രോ, വല്ലപ്പോഴുമൊക്കെ ആവാം എന്ന് നിവിനും പറയുന്നു. ശരി, ഇന്ന് വൈകിട്ട് നമുക്ക് പൊളിച്ചേക്കാം എന്ന് വിനീതും അവർക്ക് വാക്ക് നൽകുകയാണ്. അവിടെ അടുക്കളയിൽ ദോശയുണ്ടാക്കുകയാണ് ഗംഗ. അടുത്തിരുന്ന് ദോശ കഴിക്കുന്ന കാവേരിയും പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയും അവളെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നു. ഗംഗ വീണ്ടും ഒരു ദോശ അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും മതി 4 ഞാൻ ഓൾറെഡി കഴിച്ചു. ഞാൻ ഡയറ്റിലാണെന്ന് അറിയാലോ ഗംഗേച്ചിക്ക് എന്ന് കാവേരി പറയുന്നുണ്ട്. കഴിക്കടി എന്ന് ഗംഗ പറയേ. ഗംഗേച്ചി, സാമ്പാർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് കാവേരി പറയേ. മോളെ എങ്ങനെയുണ്ടടി എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചില്ല അമ്മ എന്ന് ഗംഗ പറയേ. എടി അതല്ല, ഞാൻ നിനക്ക് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ എന്ന് അമ്മയും ചോദിക്കുക. സാമ്പാറിന്റെ കാര്യം പോലെയാണോ അമ്മയും ഗംഗേച്ചിയുടെ കാര്യം ചോദിക്കുന്നത് എന്ന് കാവേരി പറയേ. ശാരദ ദേഷ്യത്തോടെ അവളുടെ നേരെ കത്തി ചൂണ്ടുമ്പോഴേക്കും, അയ്യോ എന്താ ഇത്, മുഖത്തിന് നേരെ കത്തി ചൂണ്ടുന്നു. കത്തി താഴേക്കിട്. അച്ഛന്റെ ഫോട്ടോക്ക് എടുത്ത് എന്റെ ഫോട്ടോ കൂടി വെക്കാനുള്ള പ്ലാനാ അല്ലേ? താഴെ വേഗം തട്ടിക്കോ എന്നവൾ പറയുമ്പോഴേക്കും അമ്മ ഗംഗയുടെ നേരെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഓ അങ്ങനെ എന്ന് കാവേരിയും. മോളെ ഞാൻ നിന്നോടാ ചോദിച്ചത് എന്ന് ശാരദ വീണ്ടും ഗംഗയോടായി ചോദിക്കും. അമ്മ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ലെന്ന് ഗംഗയും. നിനക്ക് സുഖാണോന്ന് എന്ന് അമ്മ ചോദിക്കുന്നവൾക്ക് അതെന്ത് ചോദ്യം അമ്മേ എന്ന് ഗംഗയും.
കാവേരിയും എഴുന്നേറ്റുകൊണ്ട് യുവർ ഓണർ, ആ ചോദ്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഒരു വർഷം വിദേശത്തായിരുന്ന അയാളോട് ചോദിക്കുന്നത് പോലെ ഇന്നലെ രാത്രി കൂടി ഇവിടെ ഉണ്ടായിരുന്ന ഗംഗേച്ചിയോട് ചോദിക്കുന്നതിൽ എന്താണ് ഔചിത്യം എന്ന് കാവേരി ചോദിക്കുന്നവൾക്ക് ശാരദ വീണ്ടും അവളുടെ നേരെ കത്തുയർത്തുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, യു മേ കണ്ടിന്യൂ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്? യു മേ പ്ലീസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാവേരി അടുക്കളയിൽ നിന്ന് പോവുകയാണ്. ശാരദ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ അരികിലേക്ക് ചെന്ന്, മോളെ, അമ്മ നിന്നോട് എന്തെങ്കിലും തെറ്റു ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേ. ഇല്ല എന്ന് ഗംഗയും. മോളെ, ഞാൻ ചോദിച്ചത് എന്നമ്മ വീണ്ടും ചോദിക്കേ. അമ്മയ്ക്ക് ദോശ എടുക്കട്ടെ എന്ന് ഗംഗയും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണോ മോളെ ദോശയുടെ കാര്യം പറയുന്നത് എന്നമ്മ ചോദിക്കേ. ഞാൻ അമ്മയെ കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് തന്നെയാ ചോദിച്ചത്. ബാക്കിയുള്ളവർക്ക് ദോശ ചുട്ടു കഴിഞ്ഞു, ഇനി അമ്മയ്ക്കുള്ളത് കൂടി വേണമെന്ന് അറിഞ്ഞിട്ട് വേണം ഈ പാൻ താഴെ വെക്കാനും സ്റ്റൗ ഓഫ് ആക്കാനും എന്നവൾ പറയുന്നത് കേൾക്കെ ശാരദ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ നിന്ന് പോവുകയാണ്. പിന്നീട് വിശാലിനെയും ഒരു തിരുമേനിയെയും കൂട്ടി തോട്ടത്തിലെത്തിരിക്കുന്ന ജയപാലിനെയാണ് കാണിക്കുന്നത്. തിരുമേനി ജയപാലിനോടായി പറയുന്നുണ്ട്, ഭൂമി പൂജയ്ക്ക് ഉത്തമമാ ഇടവമാസം. ഇത് കഴിഞ്ഞ പിന്നെ മിഥുനം കർക്കിടകം, പിന്നെ 2 മാസം കഴിഞ്ഞ് ചിങ്ങത്തിലെ മുഹൂർത്തമുള്ളൂവെന്ന്. എന്നാ പിന്നെ ഈ മാസം തന്നെ എത്രയും പെട്ടെന്ന് ആ മുഹൂർത്തം അങ്ങ് നടത്തി കളയാൻ തിരുമേനി എന്ന് ജയപാലിനും. അതിപ്പോ ഒരു ദിവസം എന്ന് തിരുമേനി ചോദിക്കേ. ഈ 25 തന്നെ അങ്ങ് നടത്തി കളയാൻ തിരുമേനി. തിങ്കളാഴ്ച എന്ന് ജയപാലൻ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോ എന്ന് തിരുമേനി സംശയത്തോടെ ചോദിക്കേ. ഇതേ നക്ഷത്രം, തിഥി ദശമി, എന്താ കൊള്ളില്ലേ എന്ന് ജയപാലൻ ചോദിക്കേ. കൊള്ളാലോ, ഉത്തമമായ ദിവസം അന്ന് തന്നെ ആവാം. ജയപാലിന് ജ്യോത്സ്യം അറിയോ എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്. എല്ലാം കുറച്ച് അറിയേണ്ട തിരുമേനി, ജീവിക്കണ്ടേ എന്ന് ചിരിയോടെ ജയപാലനും പറയുന്നുണ്ട്. എന്റെ ഒരു അനുഭവത്തിനിടയിലെ ഒരു കർമ്മിയുടെ ആവശ്യം ജയപാലിനില്ല. പൂജയും ജയപാലിന് തന്നെ അങ്ങ് നടത്താമെന്ന് തിരുമേനി പറയേ. അതൊക്കെ ആവാം, പക്ഷേ എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് ജയപാലനും. നന്നായി, പാവപ്പെട്ട കർമ്മികൾക്കും ജീവിക്കണ്ടേ. അല്ല, മോനെന്ത് ചെയ്യുന്നു? ജയപാലനെ പോലെ തന്നെ കേമനാവും എന്ന് വിശാലിനോടും തിരുമേനി ചോദിക്കുന്നുണ്ട്. അവൻ പഠിക്കുന്നേയുള്ളന്നേ, എന്റെ കളരിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ എന്ന് ജയപാലൻ പറയേ. ജീവിതം പഠിക്കലാണല്ലോ പ്രധാനം, അത് സ്കൂളിനും കോളേജിനും പുറത്തല്ലേ. നന്നായി വരുമെന്ന് മുഖലക്ഷണം പറയുന്നുണ്ട് എന്ന് തിരുമേനി പറയുമ്പോഴേക്കും തിരുമേനി ദാ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ദക്ഷിണ നൽകുക ജയപാലനും. ഭഗവാനെ നന്നായിരിക്കട്ടെ, അപ്പോ തിങ്കളാഴ്ച കാണാമെന്ന് തിരുമേനി പറയും എന്ന് തിരുമേനി യാത്ര പറഞ്ഞു പോവുകയാ. വിശാൽ അവിടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴേക്കും എന്തുവാടാ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒരു തോട്ടം വാങ്ങിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിശാൽ ചോദിക്കേ. എടാ, എനിക്ക് അതിന് എവിടെയൊക്കെ പുരയിടമുണ്ടെന്ന് നിനക്കറിയാമോ? എടാ, ഇത് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിലേ കാർ എടുത്ത് പോവേണ്ടി വരും, എന്നാലും വൈകുന്നേരമാവും. എടാ മക്കളെ, നിന്നെ കുറ്റപ്പെടുത്തുവല്ലടാ. എടാ, നമുക്ക് എന്തൊക്കെയുണ്ട് ഇല്ലെന്ന് നീ അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ എന്ന് ജയപാലൻ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ ഇതൊക്കെ നന്നായി നോക്കി നടത്തുന്നുണ്ടല്ലോ, പിന്നെന്താ എന്ന് വിശാലും. എടാ, അച്ഛനെല്ലാം നോക്കി നടത്തുന്നുണ്ട്, പക്ഷേ നേടാൻ വിഷമമുണ്ടെന്ന് കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോഴേ ഒരു ചോടി തോന്നും മനസ്സിനെ. ഇനി എന്തെന്ന് ഒരു ചോദ്യമുണ്ടാവും. അപ്പോഴാ ഒരു പിൻഗാമി അന്വേഷിക്കുന്നത്. നമ്മളൊക്കെ ഒരു പരമ്പരയുടെ ഭാഗമാ, വലിയ വലിയ കഥകളുള്ള ഒരു പരമ്പരയുടെ ഭാഗം. അതൊക്കെ നീ അറിഞ്ഞിരിക്കണമെടാ. ഈ തോട്ടത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്, അതുകൊണ്ടാ നീ ഇവിടെ വരണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചത് എന്ന് ജയപാലൻ പറയേ. എന്താ അച്ഛന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. അച്ഛനെല്ലാം വിശദമായി പിന്നൊരു ദിവസം പറഞ്ഞു തരാം എന്നച്ഛൻ പറയേ. അരവിന്ദനങ്ങളിന്റെ കുടുംബമാണോ അച്ഛന് പ്രശ്നം? ഗംഗയുടെ കല്യാണ ദിവസം അച്ഛനെ അവര് അമ്പലത്തിൽ വെച്ച് അപമാനിച്ചത് ഞാൻ അറിഞ്ഞു എന്ന് വിശാൽ ദേഷ്യത്തോടെ പറയേ. എടാ, ശത്രുക്കളെ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവും, അതിപ്പോ നമ്മളെ വെറുതെ ഇരുന്നാലും ഉണ്ടായെന്ന് വരും. ഇതിപ്പോ അച്ഛനായിട്ടൊരു യുദ്ധം തുടങ്ങി വെക്കാൻ പോകുക. എല്ലാം കണ്ടും കേട്ടും നീ കൂടെ ഉണ്ടാവണം, ആയുധം എടുക്കാനൊന്നുമല്ല. ശത്രുവാരെന്നും മിത്രമാരെന്നും ഒക്കെ മനസ്സിൽ പോരാടാൻ വേണ്ടി മാത്രമായി എന്നച്ഛൻ പറയുന്നത് കേൾക്കെ വിശാലും അത് സമ്മതിക്കുകയാ. പിന്നീട് സന്ധ്യയാകുമ്പോൾ തന്റെ വീടിന്റെ ഉമ്മറത്തെ കൈവരിയിൽ സങ്കടത്തോടെ ഇരിക്കുന്ന സുജാതയെ കാണാം. വിനീതുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം അവർ ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് അവരവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യവും ഓർത്തെടുക്കുക. ഇത് ഞാനും എന്റെ ഭർത്താവും സമ്പാദിച്ച വീടാ, ഇവിടെ എന്റെ തലയ്ക്ക് മീതെ പറക്കുന്ന ഒരുത്തനും വേണ്ട എന്നൊക്കെയാണ് ദേഷ്യത്തോടെ വിനീതിനോട് പറഞ്ഞതും. അമ്മേ, ഞാൻ എത്തിയില്ലെങ്കിൽ ഗംഗയുടെ കല്യാണം 3ാമത്തെ വട്ടവും മുടങ്ങും അമ്മേ, അവളുടെ ജീവിതം നശിച്ചു പോകും അമ്മേ എന്നൊക്കെ ഗംഗയ്ക്ക് വേണ്ടി വിനീത് വാദിച്ചതും ഓർത്തിരിക്കുകയാണ് ഗീത അങ്ങോട്ട് വരുന്നത്. പൊന്നുവിനെയും കൊണ്ട് ദാസേട്ടൻ വന്നില്ലല്ലോ അമ്മേ, കുറച്ചു നാളായില്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്, അവളെ കാണാഞ്ഞിട്ട് മനസ്സിനൊരു വിഷമം എന്നവൾ പറയേ. സുജാതയോ സ്വന്തം കുഞ്ഞുങ്ങളെ പിരിയുമ്പോ അങ്ങനെയാ, ചിലപ്പോ ഉറക്കം പോലും വരില്ല എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട്. അതികൾക്ക് ഗീതയും അമ്മയെ ചേർത്ത് പിടിച്ച് അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ അമ്മയെ പിരിയാതെ എപ്പോഴും കൺവെട്ടത്ത് തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്ത് സ്വർണ്ണമ്മയ്ക്ക് നമ്മുടെ ഈ സ്നേഹം കണ്ടിട്ട് അസൂയയൊക്കെ ഉണ്ട് കേട്ടോ, നിനക്ക് അങ്ങോട്ടാ കൂറെന്നും നീ എപ്പോഴും അവിടെയല്ലേ എന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തു തരും. ചിരിച്ചോണ്ടാ പറച്ചില്ലെങ്കിലും അതിലൊക്കെ ഒരു മുള്ളുണ്ട്. സ്വർണ്ണമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലാണെന്ന് കൂടി വെച്ചോ.
മരുമക്കളിൽ എന്നോട് എപ്പോഴും സ്നേഹം കൂടുതൽ, ഞാൻ എപ്പോഴും അടുത്തു വേണം എന്നാ സ്വർണ്ണമ്മയ്ക്ക്. എന്നാലും മറ്റുള്ളവരുടെ മനസ്സ് കാണുന്നത് ഒരു പ്രത്യേക കഴിവാണ്. അതിനനുസരിച്ച് എന്തു വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യും. വിനീത് അമ്മയെ പുറംകാലം കൊണ്ട് തൊഴിച്ചിട്ട് പോയിന്നറിഞ്ഞപ്പോ സ്വർണ്ണമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയും? ഒരു രാത്രി പോലും നീ നിന്റെ അമ്മയെ തനിച്ചാക്കരുതെന്ന്. ആ പാവം ഒരുപാട് അനുഭവിച്ചതാ. എടുത്തടിച്ചതുപോലെ വർത്തമാനം പറയുമെന്നേ ഉള്ളൂ, ഉള്ളിലൊന്നും ഇല്ലെന്നേ. അതുകൊണ്ടാ പൊന്നുനെ ഇവിടെ സ്കൂളിൽ ചേർക്കാമെന്ന തീരുമാനമായത്. ഞങ്ങള് രണ്ടാളും സ്ഥിരം ഇവിടെയാണെങ്കിൽ പിന്നെ ദാസേട്ടൻ അവിടെ നിന്നിട്ട് എന്തിനാ അമ്മേ? സൂപ്പർ മാർക്കറ്റ് നോക്കാനൊക്കെ അനിയന്മാരുണ്ടല്ലോ ദാസേട്ടന്. നീ പൊക്കോന്ന് സ്വർണ്ണമ്മ പറഞ്ഞിട്ടും എന്നാലും ദാസേട്ടനൊരു മനസാക്ഷി കുത്ത് എന്ന് ഗീത പറയെ സംശയത്തോടെ എന്ന് സുജാതയും. കുടുംബത്തിലെ വല്യേട്ടൻ ദാസേട്ടനല്ലേ അമ്മേ എന്നും ദാസേട്ടൻ ജോലിയെടുത്ത ആ കുടുംബം നോക്കിയിരുന്നത്. ഇവിടെ വന്ന് വെറുതെ കുത്തിയിരിക്കാൻ ഒരു മനപ്രയാസം. ദാസേട്ടൻ എന്റെ അടുത്ത് അങ്ങനെ ഒരു വിഷമം പറഞ്ഞപ്പോ ദാസേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഇവിടെ അമ്മയ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ലേ എന്ന് ഞാൻ ചോദിച്ചു എന്ന് ഗീത പറയുന്നതുകൾക്ക് സംശയത്തോടെ അവളെ നോക്കിയിരിക്കുന്ന സുജാതയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വിനീതും കൂട്ടരും തയ്യൽക്കടയിൽ വെച്ച് ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കുന്നതും അടിച്ചു ഫിറ്റായി നിൽക്കുന്ന വിനീതിനെ താൻ കണ്ടെന്ന് ദാസേട്ടൻ വീട്ടിൽ വന്ന് പറയുന്നതും വൈകിയും വിനീതിനെ കാണാഞ്ഞേ കാവേരിയും ഗംഗയും തിരിഞ്ഞിറങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.